ആ വൃക്ഷം കായ്കനികളുമായി പടർന്നു പന്തലിക്കുന്നത് പോലെ ഇവർ രണ്ടുപേരും ജീവിതം തുടങ്ങുമ്പോൾ ഇനി അവരിലൂടെ ഈ സമൂഹത്തിന്റെ കുടുംബം പടർന്നു പന്തലിക്കുകയാണ്. അതിൽ കായും കനികളും പൂവും ഒക്കെ ഉണ്ടാവുകയാണ്. അതിൽ നിന്ന് വേറെ കുടുംബം ഉണ്ടാവാൻ പോവാണ്. അതുകൊണ്ട് നാളെ ഒരു കുടുംബം എന്ന് പറഞ്ഞാൽ കല്യാണത്തിന്റെ അസ്തിത്വം കുടുംബമാണ്. പക്ഷെ അത് നാളെ നമുക്ക് അതുമായിട്ട് ബന്ധപ്പെട്ട് സംസാരിക്കാം. അള്ളാഹു തൗഫീഖ് നൽകി അനുഗ്രഹിക്കട്ടെ. നമ്മുടെ വീട് ഖുർആന്റെ വീടായിട്ട് മാറട്ടെ. നമ്മുടെ വീട് മലക്കുകൾ ഇറങ്ങുന്ന വീടായി മാറട്ടെ. അള്ളാഹു സുബ്ഹാനഹു വ തആല ഈ ഉത്തരവാദിത്വം ഒരു ഗൃഹനാഥൻ നിശ്ചയിച്ചു കഴിഞ്ഞപ്പോൾ, നിർവഹിച്ചു കഴിഞ്ഞപ്പോൾ ആ വീട് അള്ളാഹുവിന്റെ ഖുർആനിൽ പറഞ്ഞു. സൂറത്തുൽ ഹശ്ർ അള്ളാഹു ഉത്തരവാദിത്വം നിർവഹിക്കാൻ നമുക്ക് തൗഫീഖ് നൽകട്ടെ. നമ്മൾ ആരെങ്കിലും ഉത്തരവാദിത്വം നിർവഹിക്കുമോ? നമ്മൾ രാവിലെ ഇറങ്ങി പോകും, രാത്രിയാകുമ്പോൾ വീട്ടിൽ കയറി വരും. വീട്ടിൽ കയറി വരുമ്പോൾ ഭാര്യ ഭക്ഷണം വെച്ചിട്ടുണ്ടാവും, അത് കഴിക്കും, നമ്മൾ കയറി കിടന്നുറങ്ങും. രാവിലെ വീണ്ടും എഴുന്നേക്കും, പോകും, വൈകുന്നേരം വീണ്ടും തിരിച്ചു വരും. കുടുംബത്തിന്റെ കാര്യം അന്വേഷിക്കാൻ നമുക്ക് സമയമുണ്ടോ? യഥാർത്ഥത്തിൽ മക്കളും ഭാര്യയും മാതാപിതാക്കളും ഒക്കെ തമ്മിൽ ഒരു വലിയ കമ്മ്യൂണിക്കേഷൻ ഗ്യാപ്പ് ഉണ്ട്. പണ്ടത്തെ പോലെ മാതാപിതാക്കളും മക്കളും തമ്മിൽ ഒന്നിച്ചിരുന്ന് സംസാരിക്കുന്ന ഒരു സദസ്സുണ്ടാ? പണ്ടൊക്കെ നമ്മുടെ വീടിന്റെ മുറ്റത്തൊരു സദസ്സ്. എന്തുകൊണ്ട് കുടുംബബന്ധം തകരാറിലായി? വനിതാ കമ്മീഷൻ പറയുന്നു 80% വീട്ടിൽ സമാധാനമില്ല. ആദ്യത്തെ പ്രശ്നം എന്താണെന്നറിയാമോ? നമ്മുടെ ഇടയിൽ ഒരു കമ്മ്യൂണിക്കേഷൻ ഗ്യാപ്പ് ഉണ്ടായി. പണ്ടൊക്കെ എന്റെയൊക്കെ ചെറിയ പ്രായത്തിൽ എനിക്ക് നല്ല ഓർമ്മയുണ്ട്. നമ്മുടെ വീടിന്റെ വിശാലമായ നടുമുറ്റത്ത്, ആ നടുമുറ്റത്ത് വാപ്പ, ഉമ്മ, കുടുംബം, മക്കൾ എല്ലാവരും കൂടി എന്നിട്ട് സന്ധ്യക്കൊന്നിരിക്കുക എന്നൊരു അല്പനേരം അല്ലേ? ഇന്നാ ഇരിപ്പുണ്ടോ? ഇന്ന് ഇരിക്കും വീടിന്റെ അകത്ത്. ഇരിക്കും. നമുക്ക് പുറത്തിരിക്കാൻ സമയമില്ല, അകത്തിരിക്കുന്നവരായി നമ്മൾ മാറി. ഭാര്യയുടെ ലോകത്ത്, ഭാര്യ സീരിയലിന്റെ ലോകത്ത്, മക്കൾ ഇന്റർനെറ്റിന്റെ ലോകത്ത്, മറുഭാഗത്ത് മക്കൾ. ഇവിടെ ഭാര്യ കയ്യിലിരിക്കുന്ന റിമോട്ടിലൂടെ ലോകത്തുള്ള 140 രാഷ്ട്രത്തിൽ ഏതൊക്കെ പെണ്ണ് തുണിയുരിഞ്ഞാടിയാലും അത് മുഴുവനും കാണാൻ കഴിയുന്ന ആഭാസത്തിന്റെ നടുവിൽ ഭാര്യ പാതിരാത്രി 10:30 വരെ. പാതിരാത്രി നട്ടും കുത്തിയാലും ഭാര്യക്ക് ഉറക്കമില്ല. ഭർത്താവോ മക്കളോ തൊട്ടപ്പുറത്തെ റൂമില് വാപ്പ ഗൾഫിൽ നിന്ന് അയച്ചു കൊടുത്ത ഇന്റർനെറ്റ് സൗകര്യമുള്ള കമ്പ്യൂട്ടറുമായി അവരതിലൂടെ ഫ്രീ ആയിട്ട് ചാറ്റിങ്. അത് ഗൂഗിളിലാണെങ്കിലും ശരി, ഓർക്കൂട്ടിലാണെങ്കിലും ശരി, മക്കള് ചാറ്റിങ്. അവസാനം മക്കള് ചാറ്റിങ് നടത്തി. കല്യാണത്തിന്റെ തലേ ദിവസം വാപ്പായും ഉമ്മായും അവർ ചീറ്റിങ് നടത്തി. അവർ ചാറ്റിങ് നടത്തിയവന്റെ കൂടെ അവർ പോയി. കത്തെഴുതി വെച്ചു, നിങ്ങൾ കൂടുതൽ വിഷമിക്കേണ്ട, വാങ്ങിച്ചാരി ഖദീജ ട്രേഡേഴ്സിന് തിരിച്ചു കൊടുത്തേക്കുക, ഞാൻ ചെലവൊന്നുമില്ലാതെ പോയേക്കുക. ഞാൻ പറയുന്നത് സത്യമല്ല എന്ന് പറയാൻ പറ്റും ആർക്കെങ്കിലും? കുടുംബ ബന്ധങ്ങൾ കുടുംബ കോടതികളിലാണ്. നിങ്ങൾ കേരളത്തിലെ കണക്കെടുത്ത് നോക്കി, ക്രിമിനൽ കോടതിയിലല്ല കേസുകൾ കൂടുതൽ കെട്ടിക്കിടക്കുന്നത്, കുടുംബ കോടതികളിലാണ്. കുടുംബ കോടതിയുടെ വരാന്തരങ്ങളിൽ പരസ്പരം കൈപിടിച്ചു പിരിയുന്ന, കണ്ണീരിലേക്ക് നടന്നു പോകുന്ന ആയിരക്കണക്കിന് കുടുംബങ്ങൾ. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, കുടുംബ കോടതിയിൽ കേസുകൾ തലം കെട്ടിക്കിടക്കുകയാണ്. നിസ്സാരമായ കാര്യത്തിന്റെ പേരിൽ ഭാര്യയും ഭർത്താവും തമ്മിൽ വഴക്കാണ്. എന്തിന്റെ പേരിലാണ് വഴക്കെന്നറിയുമോ? കൊടുത്ത സ്വർണത്തിന്റെ പേര്, പണയം വെച്ചതിന്റെ പേര്, വീതം വെച്ചതിന്റെ പേര്, ഭാര്യയുടെ പേരിൽ എഴുതി കൊടുക്കാത്തതിന്റെ പേര്. അടുത്ത സമയത്ത് ഒരു കുടുംബ കോടതിയിൽ കേസ് വന്നു. ഏതിന്റെ പേരിലൊക്കെ തർക്കം വന്നെന്നറിയുമോ? കല്യാണത്തിന് വിളമ്പിയ പപ്പടത്തിന്റെ പേരിൽ പോലും തർക്കം വന്ന കുടുംബ കോടതികളിലെ കേസ് എത്രയാണ്? കുടുംബ കോടതിയുടെ ജഡ്ജി ചോദിക്കുന്നു, ഒരുമിക്കുന്നുണ്ടോ? ഭാര്യ പറയുന്നു എനിക്കുവനെ വേണ്ട, ഭർത്താവ് പറയുന്നു എനിക്കുവനെ വേണ്ട. രണ്ടുപേരും കോടതിയിൽ വെച്ച് കൊടുക്കാനുള്ളത് കൊടുത്തിട്ട് പിരിഞ്ഞു വരികയാണ്. അവർ രണ്ടുപേരും അവരുടെ രഹസ്യ വഴികളിലോട്ട് കിടക്കുകയാണ്. സഹോദരങ്ങളെ, നിങ്ങൾ ആരെങ്കിലും അറിഞ്ഞോ? അവിടെ ഒന്നും അറിയാതെ കോടതിയുടെ വരാന്തയിൽ മുഖം കുനിച്ചിരുന്ന് പൊട്ടിക്കരയുന്ന ഒരു ജന്മമുണ്ട്. ആ ജന്മമേതെന്നറിയുമോ? ഇവരുടെ ഗർഭപാത്രത്തിൽ ജനിച്ച പൊന്നുമോനാണത്, പൊന്നുമക്കളാണത്. വാപ്പയുടെ വഴിക്ക്, ഉമ്മയുടെ വഴിക്ക് കോടതിയുടെ വരാന്തയിൽ ആരെ പിടിക്കണമെന്നറിയാതെ കൈപിടിച്ചു നിൽക്കാതെ ശൂന്യതയിലേക്ക് നോക്കി നിൽക്കുന്ന മക്കളെ ആരാണ് നോക്കുന്നത്? ഇവിടെയാണ് സാമൂഹ്യ ദ്രോഹികൾ സൃഷ്ടിക്കപ്പെടുന്നത്. എന്റെ സഹോദരങ്ങളെ, മലപ്പുറം ജില്ലയിൽ കഴിഞ്ഞ ആഴ്ച വായിച്ച വാർത്തയാണ്, പത്രവാർത്തയിൽ വന്നതല്ലേ. അബുദാബിയിലാണ് പിതാവിന് ജോലി.
ദുബായിലാണ് മാതാവിന് ജോലി. അവർ രണ്ടുപേരും തമ്മിൽ പരസ്പരം പിരിഞ്ഞു. അവർക്ക് 4.5 വയസ്സുള്ള ഒരു പൊന്നുമോനുണ്ട്. ആ മോനെ കുറച്ചുനാൾ പിതാവിന്റെ അടുക്കൽ, കുറച്ചുനാൾ മാതാവിന്റെ അടുക്കൽ. ആ മാതാവ് ഡൽഹി ഹൈക്കോടതിയെ സമീപിച്ചിരിക്കുകയാണ്. ഹൈക്കോടതി പറയുന്ന അന്യരാജ്യത്ത് നടന്നതിൽ ഇടപെടാൻ ഞങ്ങൾക്ക് കഴിയുന്നില്ല. ഒരു പിതാവ് ഒരു ഭാര്യയും ഭർത്താവും വേർപിരിഞ്ഞപ്പോ 4.5 വയസ്സുകാരന മോനെ ഫുട്ബോൾ കോർട്ടിലെ പന്ത് പോലെ തട്ടിയിടുകയാണ്. ഫുട്ബോൾ കോർട്ടിലെ തട്ട് പോലെ തങ്ങിയിടുകയാണ്. ഏറ്റവും വലിയ കാരവമേതെന്നറിയുമോ? ലോകകപ്പ് ഫുട്ബോളിലെ ഷാഹിറയുടെ വക്കയല്ല. ആ പന്ത് തട്ടപ്പെടുന്ന പിതാവിന്റെയും മാതാവിന്റെയും കാലിൽ കിടന്ന് പന്തിനെ പോലെ തട്ടപ്പെടുന്ന കുഞ്ഞുമോന്റെ കരച്ചിലാണ് മുടങ്ങി കേൾക്കുക. ആ കരച്ചിലാണ് ലോകത്തുണ്ടാവുക. അതുകൊണ്ട് അല്ലാഹുവിന്റെ ഖുർആൻ പറഞ്ഞു, കുടുംബം നിങ്ങളുടെ ഇബ്രാഹീമിന്റെ കുടുംബമാകട്ടെ, നിങ്ങളുടെ കുടുംബം ഇമ്രാന്റെ കുടുംബമാകട്ടെ, നിങ്ങളുടെ കുടുംബം മുഹമ്മദ് മുസ്തഫയുടെ കുടുംബമാകട്ടെ. സഹോദരങ്ങളെ, കുടുംബനാഥൻ ഉത്തരവാദിത്വം നിർവഹിക്കണം. മുഹമ്മദ് നബിയുടെ കുടുംബമായി മാറണോ? അല്ലാഹുവിന്റെ റസൂലിന്റെ കുടുംബമായി മാറണോ? അല്ലാഹുവിന്റെ റസൂൽ പ്രിയപ്പെട്ട മകളുടെ വീട്ടിലോട്ട് കടന്നു ചെല്ലുകയാണ്. നമ്മുടെ വീട് ഖുർആന്റെ വീടാകുന്നത് എപ്പോഴാണ്? ആർക്കാണ് ഇതിന് ചങ്കൂറ്റമുള്ളത്? അല്ലാഹുവിന്റെ റസൂൽ പ്രിയപ്പെട്ട മകളുടെ വീട്ടിലോട്ട് കടന്നു ചെല്ലുന്നു. അല്ലാഹുവിന്റെ റസൂലിനെ കാണാൻ, പിതാവിനെ കാണാൻ ഫാത്തിമ കാത്തു നിൽക്കുന്നു. അല്ലാഹുവിന്റെ റസൂൽ മകളുടെ തല കുനിച്ചു മാത്രമേ കടന്നു ചെല്ലാൻ കഴിയൂ. ചെറ്റക്കുടിലാണ്. അല്ലാഹുവിന്റെ റസൂൽ ഫാത്തിമയുടെ വീട്ടിലോട്ട് കുനിഞ്ഞു കയറി. എന്നിട്ട് മുഖം നിവർത്തുമ്പോ ഫാത്തിമയുടെ വീടിന്റെ ചുമരിൽ ഒരു പേർഷ്യൻ പരവതാനി വിരിച്ചിട്ടിരിക്കുന്നു. തന്റെ പ്രിയപ്പെട്ട മകളുടെ വീടിന്റെ ചുവരിൽ ഒരു പേർഷ്യൻ പരവതാനി വിരിച്ചിട്ടിരിക്കുകയാണ്. ആ സമയത്ത് അല്ലാഹുവിന്റെ റസൂൽ തിരിച്ചിറങ്ങി. മകളുടെ വീട്ടിൽ കയറിയില്ല, മകളുടെ വീട്ടിൽ നിന്ന് തിരിച്ചിറങ്ങി പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ. ഫാത്തിമ ഓടി വന്നിട്ട് ചോദിച്ചു, പിതാവേ കയറുന്നില്ലയോ? എന്റെ വീട്ടിൽ നിന്ന് ഇറങ്ങി നടക്കുന്നുവോ? എന്തേ എന്റെ വീട്ടിൽ എന്റെ ഉപ്പ കയറാത്തത്? അല്ലാഹുവിന്റെ റസൂൽ എന്ന പിതാവ് ഫാത്തിമയെ വിളിച്ചു, ഫാത്തിമ, എന്നാണ് നിനക്ക് ആർഭാടം തുടങ്ങിയത്? എന്നാണ് നിനക്ക് ദുനിയാവിനോട് പ്രേമം തോന്നിയത്? എന്താണ് പിതാവേ ഈ പരവതാനി എവിടെ നിന്ന് കിട്ടി ഫാത്തിമ? ഈ വില കൂടിയ പരവതാനി എവിടെ നിന്ന് കിട്ടി ഫാത്തിമ? ഫാത്തിമ ബീവി പൊട്ടിക്കരഞ്ഞുകൊണ്ട് പറഞ്ഞു, എനിക്ക് പേർഷ്യയിൽ നിന്ന് വന്ന ഒരു കൂട്ടുകാരി കൊടുത്തയച്ചതാണ്, ഞാൻ പൈസ കൊടുത്തു വാങ്ങിയതല്ല. അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞു, ഫാത്തിമ, ഈ പരവതാനി വിരിപ്പെടുത്തു മാറ്റുമോ? ഇത് നിന്റെ വീട്ടിലിരുന്നാൽ ഈ വീട്ടിൽ മലക്ക് വരില്ല, ഈ വീട്ടിൽ മലക്ക് കയറില്ല. ജിബ്രീൽ വരാത്ത ഒരു സാധനം എന്തിനാണ് ഫാത്തിമ വീട്ടിൽ വെച്ചിരിക്കുന്നത്? പ്രിയപ്പെട്ട മകളെടുത്ത് വെളിയിലോട്ട് കളഞ്ഞു. എന്നിട്ടാണ് തിരുദൂതർ വീട്ടിൽ കയറിയത്. സഹോദരങ്ങളെ, നമ്മുടെ വീട്ടിലും മലക്കിറങ്ങുമോ? മലക്ക് കയറാത്ത എന്തൊക്കെയാണ് നമ്മുടെ വീട്ടിലുള്ളത്? അതെടുത്തു മാറ്റാൻ നമുക്ക് കഴിയുമോ? അതിനെതിരെ പറയാൻ നമുക്ക് കഴിയുമോ? ഇങ്ങനെയാണ് ഉത്തരവാദിത്വം നിർവഹിക്കേണ്ടത്. കുടുംബനാഥനാകുമ്പോഴാണ് ഒരു വീടും കുടുംബവും ഖുർആന്റെ കുടുംബമായി മാറുക, ഖുർആന്റെ വീടായി മാറുക. ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ. അള്ളാഹു നമ്മുടെ വീട് അങ്ങനെയാക്കി മാറ്റണം. ഫാത്തിമ നബി ഞങ്ങൾ പറഞ്ഞ് എടുത്ത് മാറ്റ്. ഫാത്തിമ എടുത്ത് അപ്പോഴേ മാറ്റി. ഒന്നാമത് നമ്മൾ മാറ്റാൻ പറയൂല, ഇത് നമ്മൾ മാറ്റാൻ പറഞ്ഞാലും മക്കൾ മാറ്റൂല. പാപ്പാടെ ജോലി കഴിഞ്ഞു, എന്റെ ഭർത്താവ് പറയട്ടെ. ഇങ്ങനെ ഒത്തിരി ഉണ്ട് കുടുംബത്തെ കുറിച്ച് പറയുമ്പോൾ. പക്ഷെ നമുക്ക് ഓരോ ദിവസം ഓരോന്നായിട്ട് ചർച്ച ചെയ്യാം. അള്ളാഹു തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. മലക്കുകൾ നമ്മുടെ വീട്ടിൽ കയറുന്ന കുടുംബമായി നമ്മൾ ഉത്തരവാദിത്വം നിർവഹിക്കണം. നമ്മുടെ ജീവിതത്തിൽ നമുക്കൊരു ഉത്തരവാദിത്വം ഉണ്ടാകണം. അള്ളാഹുവേ, എന്റെ നാട്ടിലെ എല്ലാ കാര്യവും എനിക്കറിയാം, പഞ്ചായത്തിലെ സർവ്വകാര്യം എനിക്കറിയാം, മഹല്ലിലെ സർവ്വകാര്യം എനിക്കറിയാം, പള്ളിയിലെ സർവ്വകാര്യം എനിക്കറിയാം. എന്റെ കുടുംബത്തിലെ കാര്യം രാവിലെ മുതൽ വൈകുന്നേരം വരെ കറങ്ങി നടന്ന് വൈകുന്നേരമാകുമ്പോൾ അവിടെ ചെന്ന് ചോദിക്കണം ഭാര്യയോട്, നീ നിസ്കരിച്ച, നീ ഖുർആൻ ഓതിയ? മക്കളോട് ചോദിക്കണം, മക്കളെ ഒരു യാസീനെങ്കിലും ഓതിയോ? പിള്ളേർ പഠിക്കാനൊക്കെ പോട്ടെ, പഠിക്കുന്നതിന്റെ ഇടയിൽ മക്കളോട് ചോദിക്കണം, മക്കളെ നിങ്ങൾ യാസീൻ ഓതിയ? മക്കളുടെ അടുക്കൽ ചെന്നിട്ട് സന്ധ്യക്ക് വീട്ടിൽ ചെന്നിട്ട് ഭാര്യയോട് ചോദിക്കണം, നീ രാവിലെ മുതൽ കിടന്നുറങ്ങുന്നതിന് മുമ്പേ ചോദിക്കണം. ചില ചോദിക്കുവോ? ഇന്ന് ഇടി ഉഷാർ, ഇടി ഷുഗർ ചോദിക്കണം. ഒരു ഗൃഹനാഥന്റെ ജോലി അതല്ലേ. അത്യാവശ്യം കഴിഞ്ഞാൽ നേരെ എവിടെ പോകണം? വീട്ടിൽ പോകണം. അത്യാവശ്യമാണ്. പുരുഷൻ വെളിയിൽ ജോലി ചെയ്യണം. അത് അവന്റെ അധ്വാനത്തിന് പുറകെ അവന്റെ മക്കൾക്കും ഭാര്യയ്ക്കും അധ്വാനത്തിന് കൊടുക്കണമെങ്കിൽ എന്റെ സഹോദരങ്ങളെ നന്നായിട്ട് മനസ്സിലാക്കി. എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യണം? അത്യാവശ്യം കഴിഞ്ഞാൽ വീട്ടിൽ പോകണം. ആദരവായ പ്രവാചകൻ ഒരു യുദ്ധം കഴിഞ്ഞ് വരികയാണ്.
ആര് പറഞ്ഞതാണിത്? സഹാബാക്കളുടെ സ്വഭാവം ഇതായിരുന്നു. അള്ളാന്റെ റസൂൽ ഒരു യുദ്ധം കഴിഞ്ഞു വരികയാണ്. ഒരു സഹാബി കുതിര പുറത്ത് എല്ലാവരെയും ഓവർടേക്ക് ചെയ്ത് പാഞ്ഞു പോവുകയാണ്. കുതിരയ്ക്ക് വല്ലാത്ത സ്പീഡ്. അള്ളാന്റെ റസൂൽ പുറകിൽ വരുന്നതേയുള്ളൂ. ആ സഹാബി എല്ലാവരെയും ഓവർടേക്ക് ചെയ്തുകൊണ്ട് കുതിര പുറത്ത് പായുകയാണ്. എല്ലാവരും അത്ഭുതത്തോടെ നോക്കി, ഈ യുവാവ് എന്തിനാണ് ഇത്ര സ്പീഡിൽ പാഞ്ഞു പോകുന്നത്? അള്ളാന്റെ റസൂൽ ആ സഹാബിയുടെ പുറകെ എത്തി. എന്നിട്ട് അള്ളാന്റെ റസൂൽ ആ സഹാബിയെ വിളിച്ചു അത്രേ, ജാബിർ, ജാബിറേ, ജാബിറേ. അത് ജാബിർ റളിയല്ലാഹു തആല അൻഹു ആണ്. എവിടേക്കാണ് ജാബിറേ ഇത്ര സ്പീഡിൽ നീ കുതിര ഓടിക്കുന്നത്? ഒരു യുദ്ധം കഴിഞ്ഞിട്ട് റസൂലുള്ളാഹി പോവാൻ, ഒരു സഹാബി സർവരെ ഓവർടേക്ക് ചെയ്ത് കുതിരയെ ഭയങ്കര സ്പീഡിൽ പോകുന്നു. നമ്മൾ ചിലപ്പോ കണ്ടിട്ടില്ലേ, കാറിലൊക്കെ പോകുമ്പോ പുറകിൽ നിന്ന് ഒരു ആരവം കേൾക്കാം. ഈ കുറെ ചെറുപ്പക്കാർ വിളി പൂട്ട് കട്ട് ചെയ്ത ഒരു ബൈക്കിനകത്ത് വെടി കൊണ്ട് വെരുക്ക് പോണമാതിരി ഒരു പോൽ കാണും. സർവ്വ KSRTC-യുടെയും പാണ്ടി ലോറിയുടെയൊക്കെ ഇടയിൽ കൂടെ അങ്ങോട്ടും മുളച്ച് ഇങ്ങോട്ടും മുളച്ചൊരു പോക്ക് പോണ കാണാം. ഇതെങ്ങോട്ട് പോണമെന്ന് അറിഞ്ഞു. ആ രീതിയിൽ ജാബിർ റളിയല്ലാഹു അൻഹു സർവരെ ഓവർടേക്ക് ചെയ്ത് കുതിരപ്പുറത്തൊരു പായല്. നബി തങ്ങൾ പുറകെ ചെന്നു, ജാബിറിനെ വിളിച്ചു, ജാബിറേ, ജാബിറേ, എവിടേക്കാ ഇത്ര ധൃതിയിൽ ഓടുന്നത്? ആ സമയത്ത് ജാബിർ റളിയല്ലാഹു അൻഹു പറഞ്ഞു, നബിയെ അത്യാവശ്യം കഴിഞ്ഞല്ലോ നബിയെ, അള്ളാന്റെ തിരുദൂതരെ ആവശ്യം കഴിഞ്ഞല്ലോ. എന്റെ വീട്ടിൽ എന്റെ ഭാര്യ എന്നെ കാത്തിരിക്കുകയാണ്. ഞാൻ എന്റെ വീട്ടിലേക്ക് പോവട്ടെ നബിയേ, എന്റെ വീട്ടിലേക്ക് ഞാൻ പോവട്ടെ നബിയേ. അള്ളാന്റെ റസൂൽ ജാബിർ നബിയെ അത്യാവശ്യം കഴിഞ്ഞല്ലോ, യുദ്ധമൊക്കെ കഴിഞ്ഞല്ലോ, ഇനിയിപ്പോ ഞാൻ നേരെ എന്റെ വീട്ടിലോട്ട് പോകട്ടെ നബിയെ. വീട്ടിലോട്ട് പോകാൻ വേണ്ടി ഞാൻ സ്പീഡിൽ പോകാൻ. അപ്പൊ അത്യാവശ്യം കഴിഞ്ഞാല് എന്ത് ചെയ്യണം? ഇതൊക്കെ ഹദീസാണല്ല, വെറുതെ പറഞ്ഞല്ല. ഒരു സന്തുഷ്ട കുടുംബം ഉണ്ടാകുന്ന ഇതൊക്കെ ഉണ്ടാവണം. ഇൻഷാ അല്ലാഹ് നിങ്ങൾ ഇന്നിത് കേൾക്കി, നാളെ ഇൻഷാ അല്ലാഹ് ഭാര്യ, ഖുർആനിലെ ഭാര്യ. ആദ്യം നമ്മുടെ ജീവിതത്തിൽ ഇങ്ങനെ ഒരു മാറ്റമൊക്കെ ഉണ്ടാകട്ടെ. അപ്പൊ അത്യാവശ്യം കഴിഞ്ഞാൽ നേരെ എവിടെ പോകണം? ജാബിർ തന്നെ അത്യാവശ്യം കഴിഞ്ഞ കുതിരയുടെ സ്പീഡിൽ പായുകയാണ്. അതുകൊണ്ട് നിങ്ങളൊക്കെ എന്ത് ചെയ്യണം? വ്യാഴാഴ്ച രാവിലത്തെ മദ്രസ കഴിഞ്ഞ് പള്ളിയിലെ ഇമാമ് ബൈക്ക് സ്റ്റാർട്ട് ചെയ്ത് 60-ൽ വിട്ടാലും പുറകിൽ നിന്ന് വിളിക്കും, വഹറിനും കൂടെ നിന്നിട്ട് പോവാൻ പറയരുത്, അത്യാവശ്യം കഴിഞ്ഞ് മൂപ്പിലാൻ വീട്ടിൽ പോട്ടെ. അല്ല പിടിച്ച നേരെ വീട്ടിലെത്തണം. സന്ധ്യയായി, ജോലിയൊക്കെ കഴിഞ്ഞു. അല്ലെങ്കിൽ വൈകുന്നേരം വരെ കടയൊക്കെ അടച്ചു. കട അടച്ചു കഴിഞ്ഞാൽ എന്ത് ചെയ്യണം? പിന്നീട് വർത്താനം പറഞ്ഞുകൊണ്ടിരിക്കാൻ പാടില്ല. നഹാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, കാന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം യക്റഹുൽ കലാമ ബഅദൽ ഇശാ. ഇശാ നമസ്കാരം കഴിഞ്ഞിട്ട് വെറുതെ പാഴ്വർത്താനം പറഞ്ഞിട്ടിരിക്കുന്നതിന് റസൂലുള്ളാഹി വല്ലാതെ വെറുത്തിരുന്നുവത്രേ. ഇശാ നിസ്കാരം കഴിഞ്ഞിട്ട് പിന്നെ വീട്ടിൽ പോകേണ്ട സമയമുള്ളൂ. പിന്നെയും വെളിയിലിരുന്നിട്ട് പിള്ളേർക്ക് ഒരു സൈസ് പരിപാടിയുണ്ട്, ആളുകൾക്ക് വെറുതെ രാക്കഥകൾ പറഞ്ഞിരിക്കും. നഹാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അനി സമുരി, അള്ളാഹുവിന്റെ പ്രവാചകൻ രാക്കഥ പറഞ്ഞിരിക്കുന്നതിന് റസൂലുള്ളാഹി വെറുത്തിരുന്നു. പിന്നെ നേരെ വീട്ടിൽ പോകണം. സന്ധ്യയായി, ജോലിയൊക്കെ കഴിഞ്ഞു. പിന്നെ ഈ മംഗലപുരം ജംഗ്ഷനിലൂടെ കറങ്ങി നടക്കാതെ സന്ധ്യ കഴിഞ്ഞാൽ നേരെ എവിടെ പോകണം? വീട്ടിൽ പോകണം. സഹോദരിമാർ ഈ ഉസ്താദിന്റെ വാത് കേട്ട് നാളെ ഇങ്ങനെ 7 മണിക്ക് വരും, സീരിയലും കാണാൻ പറ്റില്ല. ഇങ്ങനെ ജംഗ്ഷനിൽ നിൽക്കണോണ്ടാണ് ഒന്ന് കാണാൻ പറ്റണത്. ഇനി ഉസ്താദ് പറയുന്നതനുസരിച്ച് സുന്നത്താന്നും പറഞ്ഞ് വരും, അതിനൊപ്പം കാണാനും പറ്റൂല. എങ്ങനെ കാണണം? നമ്മുടെ വീട് ഖുർആന്റെ വീടാകണോ? നമ്മുടെ വീട് ഖുർആന്റെ വീടാകണോ? ആ വീടാകണമെങ്കിൽ ഇങ്ങനെ ആയേ പറ്റൂ. സഹോദരങ്ങളെ, ഇന്നത്തെ ആമുഖം ഞാൻ അവസാനിപ്പിക്കട്ടെ. അള്ളാഹുവിന്റെ ഖുർആൻ ഒരു വീടിനെ കുറിച്ച് ഖുർആനിൽ പറഞ്ഞു. ഏത് വീടാണെന്നറിയുമോ? ആ വീട് ലോകത്തിലെ പ്രമാണിയുടെ വീടല്ല. എന്റെ ശബ്ദം കേൾക്കാൻ ഇവിടെ തിങ്ങിക്കൂടിയ മംഗലപുരത്ത് ഓരോ ഗൃഹനാഥന്മാരോട് ഞാൻ പറയുകയാണ്, സഹോദരങ്ങളെ, നിങ്ങളുടെ വീട് ഈ വീടായി മാറണം. ഈ ഖുർആൻ പറഞ്ഞ വീടായി മാറണം. ഏത് വീടാണെന്നറിയുമോ? ആ ഖുർആനിൽ പറഞ്ഞ വീട് സൂറത്തുൽ ഹശ്റിൽ ഒരു വീടിനെ കുറിച്ച് പറഞ്ഞു. ആ വീട് ഏത് വീടാണെന്നറിയുമോ? അത് ഹിന്ദുജയുടെ വീടല്ല, അംബാനിയുടെ വീടല്ല, ലോകത്തിലെ ഏറ്റവും വലിയ കോടിപതിയായ സാക്ഷാൽ ബിൽ ഗേറ്റ്സിന്റെ വീടല്ല, 2222 ശീതീകരിച്ച റൂമുള്ള ബ്രൂണേ നദിക്കരയിൽ കിടന്നിറങ്ങുന്ന സാക്ഷാൽ ബ്രൂണേ സുൽത്താന്റെ വീടല്ല. ഈ വീട് ഏത് വീടെന്നറിയുമോ? ആ വീട് മേഞ്ഞിരുന്നത് ഈത്തപ്പന മരത്തിന്റെ ഓല കൊണ്ടാണ്.
അതിന് ചുവരില്ലായിരുന്നു, ഈത്തപ്പന മരത്തിന്റെ ഓല തന്നെ ചുവരായി മാറി. മണൽത്തരികളിൽ അവര് കിടന്നിറങ്ങി. എന്റെ പ്രിയപ്പെട്ട പെങ്ങളെ, ആ വീട് ആരുടെ വീടാണെന്നറിയുമോ? ആ വീടാണ് ഉമ്മു സലമ റളിയല്ലാഹു അൻഹയുടെ വീടായിരുന്നു. അത് അബൂ തൽഹയുടെ വീടായിരുന്നു. അത് എന്റെ ചെറുപ്പക്കാരാ, അനസ് റളിയല്ലാഹു അൻഹുവിന്റെ വീടാണ്. ആ വീട്ടിലെ ഗൃഹനാഥൻ അബൂ തൽഹയാണ്. ആ വീട്ടിലെ ഗൃഹനാഥ ഉമ്മു സലമയാണ്. ആ വീട്ടിലെ മക്കൾ ആരെന്നറിയുമോ? അനസാണ്, ഉമൈറാണ് റളിയല്ലാഹു തആല അൻഹുമാ. ആ വീട് ഖുർആന്റെ വീടായെങ്കിൽ ഇനി നാം സംസാരിക്കുന്നതിനെ കുറിച്ചാണ്. അബൂ തൽഹ റളിയല്ലാഹു തആല ഒരു ദിവസം ഇശാ നമസ്കാരം കഴിഞ്ഞ് റസൂലുള്ളാഹിയുടെ അടുക്കൽ നിന്ന് വരികയാ. ഉമ്മു സലമ റളിയല്ലാഹു അൻഹാ. ആരാ ഉമ്മു സലമ എന്നറിയുമോ പെങ്ങളെ? എന്റെ ശബ്ദം കേൾക്കാനെത്തിയ പ്രിയപ്പെട്ട പെങ്ങളെ, ആരാ ഉമ്മു സലമ? സുഭിക്ഷതയിൽ ജീവിച്ച പെണ്ണല്ല, കട്ടപ്പാടുകളുടെ നടുവിൽ പിറന്ന പെണ്ണാണ്. ഉമ്മു സലമയ്ക്ക് ചരിത്രത്തിൽ ഒരു അപരനാമമുണ്ട്, അതാണ് കണ്ണുനീർ പോളക്കാരി. ഉമ്മു സലമയെ ചരിത്രത്തിൽ വിശേഷിപ്പിക്കുന്നത് കണ്ണുനീർ പോളക്കാരി എന്ന് പറഞ്ഞാൽ ജീവിതത്തിന്റെ ദുരന്തം കാരണത്താൽ കരഞ്ഞ് കരഞ്ഞ് കണ്ണുനീർ പോള വീർത്തു കടിച്ചു പോയ ഒരു പെണ്ണുണ്ടെങ്കിൽ അത് കണ്ണീർ കടലേ ബീവി ഉമ്മു സലമ. ജീവിതത്തിൽ കരഞ്ഞ് കരഞ്ഞ് ദുരിതങ്ങൾ ഏറ്റുവാങ്ങി കരഞ്ഞ് കരഞ്ഞ് കണ്ണുപോലും കലങ്ങിപ്പോയ പെണ്ണ് കണ്ണുനീർ പോളക്കാരി ഉമ്മു സലമ. പക്ഷേ ആ കണ്ണുനീര് വീണ് കുതിർന്ന വീട്ടിലേക്ക് മലക്കുകൾ ഇറങ്ങി വന്നു. അള്ളാഹുവിന്റെ ഖുർആൻ ആ വീടിനെ ലോകത്തിന്റെ മുമ്പിൽ പരിചയപ്പെടുത്തി കൊടുത്തു. അബൂ തൽഹ വരുന്നതിനകത്ത് ഉമ്മു സലമ നിൽക്കുകയാണ്. അബൂ തൽഹ റളിയല്ലാഹു അൻഹു കൂടെ മകനായ അനസ് റളിയല്ലാഹു അൻഹു ഉണ്ട്. അവര് രണ്ടുപേരും ഇശാ കഴിഞ്ഞ് വരുന്നതിനകത്ത് ഉമ്മു സലമ ഉമ്മറപ്പടിയിൽ കാത്തു നിൽക്കും. വെറുതെ സംഭവത്തിന്റെ കൊഴുപ്പിന് വേണ്ടി പറയുന്നതല്ല. കാരണം ഉമ്മു സലമ റളിയല്ലാഹു അൻഹ അബൂ തൽഹ വന്നാൽ ഉടനെ ചോദിക്കും, അള്ളാന്റെ റസൂൽ ഇത് എന്നൊക്കെ ഹദീസുകൾ പഠിപ്പിച്ചു, അള്ളാന്റെ റസൂൽ ഏതൊക്കെ ആയത്തുകളാണെന്ന് പഠിപ്പിച്ചു തന്നത്. അത് പഠിപ്പിച്ചു തരാതെ ഉമ്മു സലമ കിടക്കുകയില്ല. വെറുതെ അല്ല സഹോദരങ്ങളെ ആ വീട് ഖുർആന്റെ വീടായത്. ഏതെങ്കിലും പെണ്ണ് ചോദിക്കുമോ, വെള്ളിയാഴ്ച പ്രിയപ്പെട്ട ഭർത്താവ് നിസ്കാരം കഴിഞ്ഞ് വരുമ്പോ ഇന്ന് പള്ളിയിലെ ഇമാം എന്താണ് പ്രസംഗിച്ചത്, ഏത് സുന്നത്ത് നോമ്പാണ് പറഞ്ഞതെന്ന് ചോദിച്ചിട്ട് ആ ഭർത്താവിന് ഭക്ഷണം വിളമ്പി കൊടുക്കുന്ന പെണ്ണ് ഏത് വീടിന്റെ പെണ്ണാണ്? പെണ്ണാണല്ലോ വീടിന്റെ വിളക്ക്, പെണ്ണാണല്ലോ വീടിന്റെ കെടാവിളക്ക്. അല്ലുമ്മു അഹഖുലി തർബിയത്തിൽ ഔലാദ്, മക്കളുടെ വഴികാട്ടിയും ഉമ്മയുമാണല്ലോ. ഉമ്മു സലമ അങ്ങനെയല്ല. അബൂ തൽഹ വന്നാൽ ചോദിച്ചിട്ടേ കിടക്കാറുള്ളൂ. അങ്ങനെ അബൂ തൽഹ റളിയല്ലാഹു അൻഹു വരുമ്പോ അന്ന് അവരുടെ കൂടെ മൂന്നാമതൊരാളുണ്ട്. വിഷം നുട്ടിയ വയറുമായി ഒരു പാവപ്പെട്ടവൻ കൂടെ വരികയാണ്. ഉമ്മു സലമ ഞെട്ടിപ്പോയി. ആരാണ് കൂടെ വരുന്നത്? അബൂ തൽഹയോട് ചോദിച്ചു, എന്താണിത്? അബൂ തൽഹ റളിയല്ലാഹു അൻഹു ഉമ്മു സലമയെ വീടിന്റെ ഉള്ളിലോട്ട് വിളിച്ചു. എന്നിട്ട് ചോദിച്ചു, ഉമ്മു സലമ, ഇശാ നിസ്കാരം കഴിഞ്ഞപ്പോ അള്ളാന്റെ റസൂലിനോട് പറഞ്ഞ അബൂ തൽഹ ഇന്നൊരു മുസാഫിർ പള്ളിയിലുണ്ട്, അയാൾ ഭക്ഷണം കഴിച്ചിട്ട് ദിവസങ്ങളായി, അയാൾക്കൊരു നേരം ഭക്ഷണം കൊടുക്കുമോ അബൂ തൽഹ? അള്ളാന്റെ റസൂല് പറഞ്ഞപ്പോൾ എനിക്ക് നിരാകരിക്കാൻ കഴിഞ്ഞില്ല. ഞാൻ അയാളെയും കൂട്ടിക്കൊണ്ടുവന്നതാണ്. ഉമ്മു സലമ, ആഗതന് കൊടുക്കാൻ എന്തെങ്കിലും ഉണ്ടോ? ഉമ്മു സലമ പറയുന്നു, ഭർത്താവേ, എനിക്കും നിങ്ങൾക്കും മകനും കഴിക്കാനുള്ളതല്ലാതെ മറ്റൊരുപ്പം പോലും നമ്മുടെ വീട്ടില് പറയാൻ നമ്മളിത് കൊടുക്കുക. ബഹുമാനപ്പെട്ട അബൂ തൽഹയ്ക്ക് വല്ലാത്ത ദുഃഖമായി. വെളിയിലാണെങ്കിലോ പാവപ്പെട്ടവൻ ഭക്ഷണം കാത്തു വയറും തടവിയിരിക്കുകയാണ്. എങ്ങനെയാണ് അയാളോടില്ല എന്ന് പറയുക? നമ്മുടെ വീട് ഇങ്ങനത്തെ വീടായി മാറട്ടെ. എങ്ങനെയാണ് അയാളോടില്ല എന്ന് പറയുക? അബൂ തൽഹ റളിയല്ലാഹു അൻഹു വിഷണ്ണനായി നിൽക്കുമ്പോ ആ വീടിന്റെ ഗൃഹനായികയുടെ മനസ്സുണർന്നു. ഗൃഹനായിക ഉണരുമ്പോഴാണ് വീട് ഉണരുക. ഒരു പെണ്ണ് നന്നാവുമ്പോഴാണ് വീട് നന്നാവുക. ഉമ്മു സലമ പറയുന്നു, ഭർത്താവേ ദുഃഖിക്കണ്ട, ഞാനൊരു കാര്യം പറയാം, അത് നിങ്ങൾ ചെയ്യുമോ? ആ വീട്ടിലെ പെണ്ണ് യഥാർത്ഥ പെണ്ണാവുകയാണ്. ഉമ്മു സലമ റളിയല്ലാഹു അൻഹ അബൂ തൽഹയോട് ഭർത്താവിനോട് പറയുന്നു, മകനായ അനസ് ഇത് കേട്ടുകൊണ്ട് നിൽക്കുന്നു, നമുക്ക് ഭക്ഷണമെല്ലാം വിളമ്പി വെക്കുക, എന്നിട്ട് നമുക്ക് അതിഥിയെ വിളിച്ചിരുത്തുക, അതിഥിയുടെ കൂടെ നമുക്കും ചെന്നിരിക്കാം. അങ്ങനെ അതിഥി ഭക്ഷണത്തിലോട്ട് കൈയിടുമ്പോ നമ്മളും ഭക്ഷണത്തിലോട്ട് കൈയിടണം. ആ സമയത്ത് അബൂ തൽഹ, നിങ്ങളങ്ങ് വിളക്കൂതിക്കെടുത്തണേ. അബൂ തൽഹ, നിങ്ങളവിടെ വെളിച്ചം നൽകുന്ന വിളക്കൂതിക്കെടുത്തണേ. ചുറ്റും അന്ധകാരം
നിറയുമ്പോ നമ്മൾ ഭക്ഷണം കഴിക്കാതെ വെറുതെ ഇരിക്കുക. ഇരുട്ടത്തിരുന്ന് അതിഥി കഴിക്കട്ടെ, നമ്മൾ കഴിക്കുന്നു എന്ന ധാരണയോടെ അദ്ദേഹം കഴിക്കട്ടെ. ഒരാൾക്ക് മാത്രം കഴിക്കാനുള്ള ഭക്ഷണമേ വീട്ടിലുള്ളൂ. സഹോദരങ്ങളെ, മക്ക ഉറങ്ങുകയാണ്, ഒരു കുടില് മാത്രം ഉറങ്ങാതിരിക്കുകയാണ്. ഭക്ഷണം വിളമ്പപ്പെട്ടു, അതിഥിയെ വിളിക്കപ്പെട്ടു. അബൂതൽഹയും ഉമ്മു സലമയും പ്രിയപ്പെട്ട മകൻ അനസും ചുറ്റുവട്ടത്തിരുന്നു. അതിഥി ഭക്ഷണം കഴിക്കാൻ പോകുമ്പോ പെട്ടെന്നതാ അബൂതൽഹയോട് ഉമ്മു സലമ ആംഗ്യം കാണിച്ചു. അബൂതൽഹ റളിയല്ലാഹു അൻഹു വെളിച്ചം കൊടുക്കുന്ന വിളക്കൂതിക്കെടുത്തി. ചുറ്റുഭാഗത്തും അന്ധകാരം പടരുകയാണ്. ആ സമയത്ത് അതിഥി ഒന്നും അറിയാതെ കഴിക്കുകയാണ്. പ്രിയപ്പെട്ട ഭാര്യയും ഭർത്താവും പൊന്നുമോനും കഴിക്കാടെ വിശപ്പ് കത്തിയാളുമ്പോഴും കഴിക്കാടെ കൈ പിൻവലിച്ചു. ഇരുട്ടായത് കൊണ്ട് അതിഥി അറിയുന്നില്ല. കുറെ സമയം കഴിയുമ്പോൾ ഒരു ശബ്ദം കേൾക്കുന്നു. അൽഹംദുലില്ലാഹ് അല്ലദീ അത്അമനാ വസഖാനാ വജഅൽനാ മിനൽ മുസ്ലിമീൻ. അല്ലാഹുമ്മ അത്ഇം മൻ അത്അമനാ വസ്ഖി മൻ സഖാനാ. അല്ലാഹുമ്മഗ്ഫിർ ലഹും വർഹംഹും വബാരിക് ലഹും ഫീമാ റസഖ്തഹും. അല്ലാഹുവേ, അൽഹംദുലില്ലാഹ്, സർവസ്തുതിയും നിനക്കാണ് തമ്പുരാനെ. അല്ലാഹുവേ, പടച്ചവനെ, എനിക്ക് ഭക്ഷണം നൽകിയവർക്ക് നീ ഭക്ഷണം കൊടുക്കണേ. എനിക്ക് വെള്ളം തന്നവർക്ക് നീ കുടിപ്പിക്കണേ. അവർക്ക് നീ നൽകിയതിന് നീ ബറക്കത്ത് നൽകണേ തമ്പുരാനെ. ഈ വാക്ക് കേൾക്കുമ്പോഴാണ് അവർക്ക് മനസ്സിലായി അതിഥിയാണ് വയറ് നിറഞ്ഞപ്പോ അയാളെ ഹംദ് പറഞ്ഞതാണ്. അൽഹംദുലില്ലാഹ്, എത്രയോ സ്തുതിയാണ് തമ്പുരാനെ നിനക്ക്. പെട്ടെന്ന് അബൂതൽഹ റളിയല്ലാഹു അൻഹു വിളക്ക് കൊളുത്തി. അവിടെ മുഴുവനും പ്രകാശം പരക്കുകയാണ്. അതിഥി സമാധാനത്തോട്, വല്ലാത്ത സന്തോഷത്തോട് അതിഥി അവരോട് സലാം പറഞ്ഞ് അവർക്ക് വേണ്ടി ദുആ ചെയ്ത് ഇറങ്ങിപ്പോയി അവിടെ നിന്ന്. സഹോദരങ്ങളെ, ഉമ്മു സലമ റളിയല്ലാഹു അൻഹ പാത്രമെടുത്ത് കഴുതി വെച്ചു. കൂരാക്കൂരിട്ടാണ്. അബൂതൽഹ റളിയല്ലാഹു അൻഹുവിന്റെ കുടുംബം ഒന്ന് പട്ടിണിയാണ്. അബൂതൽഹയുടെ കുടുംബം ഒന്ന് വല്ലാത്ത പട്ടിണിയിലാണ്. അവര് 3 പേരും ഭക്ഷണം കഴിച്ചില്ല. ഗൃഹനാഥനും കഴിച്ചില്ല, ഗൃഹനാഥയും കഴിച്ചില്ല, മകനും കഴിച്ചില്ല. ആ പാതിരാ സമയത്ത് വിശന്നൊട്ടിയ വയറുമായി അവര് തറയിലേക്ക് തടപ്പായ വിരിച്ചു. വലതു ഭാഗത്ത് ഉമ്മ കിടന്നു, ഇടതു ഭാഗത്ത് പിതാവ് കിടന്നു. അവരുടെ ഇടയിൽ ഒരു പരാതിയുമില്ലാതെ 8 വയസ്സുകാരൻ അനസും കിടന്നു. 8 വയസ്സുകാരൻ അനസും കിടന്നു. വയറ് വല്ലാതെ കത്തുകയാണ്. അന്നത്തെ ദിവസം ഭക്ഷണം കഴിച്ചിട്ടില്ല. സഹാബാക്കളുടെ അവസ്ഥ ഇതാണല്ലോ. അവർ വയറ് പൊത്തിപ്പിടിച്ച് കിടക്കുകയാണ്. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, പൊന്നുമോൻ അനസ് പോലും ചോദിച്ചില്ല, പിതാവേ എനിക്ക് തരാതെ എന്തിന് മറ്റൊരാൾക്ക് കൊടുത്തു നിങ്ങൾ? എനിക്ക് തരാത്തതെന്തെന്ന് അനസ് ചോദിച്ചില്ല. നമ്മുടെ മക്കൾ ചോദിക്കാതിരിക്കുമോ? പള്ളിക്ക് കൊടുത്താൽ ചോദ്യം ചെയ്യുന്ന മക്കൾ, നന്മക്ക് കൊടുത്താൽ തടസ്സം നിൽക്കുന്നവർ, ആ പൊന്നുമോൻ പോലും ചോദിച്ചില്ല എനിക്കെന്തേ തരാതിരുന്നതെന്ന്. ഭാര്യ പരാതി പറഞ്ഞില്ല, എനിക്ക് വിശക്കുന്നുവെന്ന്. അല്ലാഹ് ഇഷ്ടമാണോ ഞങ്ങളത് ചെയ്തു എന്ന് പറഞ്ഞ് കമിഴ്ന്ന് കിടക്കുകയാണ്. ആ മക്കാ നഗരം മുഴുവനും ഉറങ്ങുകയാണ്. ഉറങ്ങാടെ വിശപ്പ് കാരണത്താൽ തിരിഞ്ഞും മറിഞ്ഞും ഒരു കുടുംബം കിടക്കുകയാണ്. നമുക്കറിയാമല്ലോ, വിശപ്പ് വല്ലാതെ കൂടിയാൽ പിന്നെ ഉറക്കം വരില്ല. തിരിഞ്ഞും മറിഞ്ഞും കിടക്കുകയാണ്. മദീന നഗരത്തിൽ മുഴുവനും ആ കുടുംബം പാട്ടാവുകയാണ്. രാവിലെ പെട്ടെന്നതാ സുബഹിയുടെ ബാങ്ക് കേട്ടു. അബൂതൽഹ റളിയല്ലാഹു അൻഹു മകനെ വിളിച്ചു, അനസേ എഴുന്നേൽക്കുക, പള്ളിയിലേക്ക് പോകാം. മനസ്സേ, വിഷം നൊട്ടിയ വയറുമായി പൊന്നുമോൻ എഴുന്നേറ്റു. ഉപ്പാന്റെ കയ്യും പിടിച്ചു നടക്കുകയാണ്. പോകുന്ന വഴിയിൽ അനസ് പറയുന്നു, ഉപ്പാ എന്റെ കാലുകൾ തളരുന്നു, ഭക്ഷണം കഴിക്കാതെ വിശക്കുന്നു ഉപ്പാ, എന്റെ കാല് തളരുന്നു ഉപ്പാ. അബൂതൽഹ റളിയല്ലാഹു അൻഹു മകനെയും വിളിച്ച് അല്ലാഹുവിന്റെ റസൂലിന്റെ മസ്ജിദുൻ നബവിയിലെത്തി. സുബഹി നമസ്കാരം പ്രവാചകന്റെ ഇമാമത്തിന്റെ കീഴിൽ നിർവഹിച്ചു. അല്ലാഹുവിന്റെ റസൂലിന്റെ അടുക്കൽ വന്ന് ആരോടും പറയാതെ വിശന്നൊട്ടിയ വയറുമായിട്ട് അബൂതൽഹ ഇരിക്കുകയാണ്. എങ്ങനെയാണ് ഖുർആനിലെ വീട് രൂപാന്തരപ്പെടുന്നതെന്ന് കേൾക്കുക. ഒരേ മനസ്സുള്ളവർ കുടുംബത്തിൽ താമസിച്ചപ്പോൾ അത് ഖുർആനിലെ വീടായി. അല്ലാഹുവിന്റെ റസൂൽ സലാം വീട്ടി. അല്ലാഹുവിന്റെ റസൂൽ സലാം വീട്ടിയ ഉടനെ അല്ലാഹുവിന്റെ റസൂൽ തിരിഞ്ഞു നിന്ന് ചോദിച്ചു അത്രേ, ഐന അബാ തൽഹ, എവിടെ അബൂതൽഹ, എവിടെ എവിടെ അബൂതൽഹ, എവിടെ അബൂതൽഹ, എവിടെ? ആ സമയത്ത് വിഷം നൊട്ടിയ വയറുമായിട്ടിരിക്കുന്ന അബൂതൽഹ റളിയല്ലാഹു അൻഹു എഴുന്നേറ്റ് പറഞ്ഞു, നബിയേ അനയാ റസൂലല്ലാഹ്,
ഞാനുണ്ട് നബിയെ, അബൂ തൽഹ ഇവിടെയുണ്ട് നബിയെ. അള്ളാഹുവിന്റെ റസൂൽ അബൂ തൽഹ റളിയല്ലാഹു അൻഹു എന്തിനാണ് റസൂൽ തന്നെ തിരക്കുന്നതെന്നറിയാതെ എഴുന്നേറ്റ് നിൽക്കുമ്പോ പള്ളിയിൽ തിങ്ങിക്കൂടിയ 10,000ങ്ങളുടെ നടുവിൽ വെച്ച് അള്ളാഹുവിന്റെ റസൂൽ ചന്ദ്രനേക്കാൾ ശോഭയുള്ള വദനത്തിൽ നിന്ന് പറയുന്നു, അബൂ തൽഹ, ഇന്നലെ നിന്റെ വീട്ടിൽ പാതിരാത്രിയിൽ നടന്ന അതിഥി സൽക്കാരം അത് അല്ലാഹുക്ക് വല്ലാതെ ഇഷ്ടപ്പെട്ടു പോയി അബൂ തൽഹ. നിന്റെ അതിഥി സൽക്കാരം അല്ലാഹുക്ക് വല്ലാതെ ഇഷ്ടപ്പെട്ടു പോയി അബൂ തൽഹ. അബൂ തൽഹ അത്ഭുതപ്പെട്ടു പോയി. ആരും അറിയാത്തത് അല്ലാഹുവിന്റെ റസൂൽ എങ്ങനെയാണ് അറിഞ്ഞത്? ആരും അറിയാത്തത് അല്ലാഹുവിന്റെ റസൂൽ എങ്ങനെയാണ് അറിഞ്ഞത്? അബൂ തൽഹ വിശപ്പ് സഹിക്കാതെ ചോദിച്ചു പോയി, അല്ലാഹുവിന്റെ റസൂലേ, അങ്ങ് അക്കാര്യം അറിഞ്ഞോ നബിയെ? അക്കാര്യം അങ്ങ് അറിഞ്ഞോ നബിയെ? അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞു, അബൂ തൽഹ, ഞാൻ മാത്രമല്ല അറിഞ്ഞത്, ജിബ്രീലും അറിഞ്ഞു, അല്ലാഹു അറിഞ്ഞു, ജിബ്രീൽ അറിഞ്ഞു, ലക്ഷക്കണക്കിന് മലക്കുകളും അറിഞ്ഞു. അബൂ തൽഹ, നീ ഇന്നലെ രാത്രി നീയും നിന്റെ ഭാര്യയും നിന്റെ മകനും അതിഥിക്ക് കൊടുത്തിട്ട് വിഷം കൊട്ടിയ വയറുമായി നിന്റെ ചെട്ടക്കുടലിൽ കമഴ്ന്ന് കിടന്നിട്ട് നിങ്ങൾ വിശപ്പടക്കാൻ കഴിയാതെ പൊട്ടിക്കരയുമ്പോ അബൂ തൽഹ, നിന്റെ വീട് കാണാൻ ലക്ഷക്കണക്കിന് മലക്കുകൾ ഭൂമിയിലേക്ക് വന്നു. അബൂ തൽഹ, ഇന്നലെ നിന്റെ കുടിലിന്റെ വെളിയിൽ ഒരു വല്ലാത്ത തിരക്കായിരുന്നു. ആ തിരക്ക് നീ അറിഞ്ഞോ അബൂ തൽഹ? ലക്ഷക്കണക്കിന് മലക്കുകൾ നിന്റെ വീട് കാണാൻ തിക്കും തിരക്കും കൂട്ടുകയായിരുന്നു. മലക്കുകൾ വല്ലാതെ ഇഷ്ടപ്പെട്ടു പോയി. അബൂ തൽഹ, രാവിലെ സുബഹിന്റെ പ്രഭാതം വിടരുന്നത് വരെ മലക്കുകൾ നിന്റെ കുടിലിൽ പട്ടിണി കിടക്കുന്ന നിന്നെ കാണാ. ഉള്ളത് മുഴുവനും മറ്റുള്ളവന് കൊടുത്തിട്ട് പട്ടിണി കിടന്നുറങ്ങുന്ന നിന്നെ കാണാൻ ഒന്നോർത്ത് നോക്കു സഹോദരങ്ങളെ. ഒരു നഗരം മുഴുവനും കിടന്നുറങ്ങുന്നു. അവിടെ ഒരു കുടിലിൽ വെളിച്ചം തിളഞ്ഞു നിൽക്കുന്നു. ഒരു ഭാര്യയും ഭർത്താവും മകനും മറ്റുള്ളവന് വിളമ്പി കൊടുത്തിട്ട് കമഴ്ന്ന് കിടന്നിട്ട് പള്ള ഭൂമിയിലെ കൊട്ടിച്ചു വെച്ച് കിടന്നുറങ്ങുന്നു. അവരെ കാണാൻ മലക്കുകൾ ഇറങ്ങുന്നു. ജിബ്രീൽ വരുന്നുണ്ട്. അബൂ തൽഹ, അബൂ തൽഹ പൊട്ടിക്കരഞ്ഞു പോയി. അബൂ തൽഹ റളിയല്ലാഹു അൻഹു, അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞു, തീർന്നില്ല അബൂ തൽഹ, തീർന്നില്ല അബൂ തൽഹ, നിന്റെ വീട് അല്ലാഹുക്ക് വല്ലാതെ ഇഷ്ടപ്പെട്ടു പോയി. ആയിഷയുടെ അടുക്കൽ കിടക്കുമ്പോ എന്റെ അടുക്കലേക്ക് ജിബ്രീൽ വന്നു. അബൂ തൽഹ, എന്നിട്ട് എന്നോട് പറഞ്ഞു, നബി അങ്ങറിഞ്ഞോ, അങ്ങയുടെ അനുയായികൾ 3 പേര് പട്ടിണി കിടക്കുന്ന നബിയെ, ഞാൻ ആയിഷയുടെ അടുക്കൽ കിടക്കുകയാണ്. എന്നോട് പറഞ്ഞു 3 പേര് പട്ടിണി കിടക്കുന്ന നബിയെ ഒരു വീട്ട്. അറിഞ്ഞോ നബിയെ, അല്ലാഹുവിന്റെ ഖുർആന്റെ ആയത്തിറങ്ങിയ അബൂ തൽഹ, ഇന്നലെ നീ പട്ടിണി കിടന്നപ്പോ നിന്റെ വീട് അല്ലാഹു ആയത്തിൽ ഉൾപ്പെടുത്തിയ അബൂ തൽഹ. അല്ലാഹുവിന്റെ റസൂൽ ആയത്തോതി കേൾപ്പിക്കുന്നു. അബൂ തൽഹ, വല്ലദീന തബവ്വഉ الدار والإيمان من قبلهم يحبون من هاجر إليهم